ഹായ്, നമസ്കാരം. വി ആർ സ്റ്റഡീസ് ചാറിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ്. സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ദേശീയ പതാക. ഉത്തരം ത്രിവർണ പതാക. നമ്മുടെ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം. ഉത്തരം 2:3. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഈ മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം കെ കളപ്പൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് ആവശ്യമെന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ആദ്യത്തെ മത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ബ്രഹ്മസമാജം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റിലായത് എന്ന്? ഉത്തരം 1932 ജനുവരി 4. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിലുള്ള അറിയപ്പെട്ട സമരം ഏതായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. നേതാജി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ദിനം ഏതാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 13. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായത് എന്ന്? ഉത്തരം 1946 സെപ്റ്റംബർ 2. വേവൽ പ്രഭുവിനു പകരമായി ഇന്ത്യൻ വൈസ്രോയി നിയമിച്ചത് ആരെ? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ബംഗാൾ വിഭജനം നടന്നത് എന്ന്? ഉത്തരം 1905. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നായിരുന്നു? ഉത്തരം 1932 നവംബർ 17. സ്വാമി വിവേകാനന്ദൻ ഇഹലോകവാസം വെടിഞ്ഞത് എന്ന്? ഉത്തരം 1902 ജൂലൈ 4. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നായകൻ ആരായിരുന്നു? ഉത്തരം രാജാറാം മോഹൻ റോയ്. ദയാനന്ദ ആംഗ്ലോ വേദിക്ക് കോളേജ് സ്ഥാപിതമായത് എവിടെ? ഉത്തരം ലാഹോർ. ഇന്ത്യൻ ധനവികേന്ദ്രീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം മോയോ പ്രഭു. വർഗസമരത്തിന്റെ ഒരു പട്ടയമെന്ന് ഇന്ത്യക്കാർ ഏതു നിയമത്തെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം ഇൽബർട്ട് ബിൽ. ഇന്ത്യ കണ്ട ബ്രിട്ടീഷ് ഭരണാധികാരിയിൽ ഏറ്റവും പ്രാപ്തൻ ആരായിരുന്നു? ഉത്തരം കാഴ്സൺ പ്രഭു. സർ തോമസ് റാലി വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാസാക്കപ്പെട്ട നിയമം ഏത്? ഉത്തരം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്. ഏതു വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചത്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡൽഹൌസിയുടെ ദത്തവകാര നയം മേഖലയിൽ നടപ്പിലാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് ആര്? ഉത്തരം ബ്രിട്ടീഷ് ഗവൺമെന്റ്. എവിടെ വച്ചാണ് ഒന്നാം
സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഉത്തരം മീററ്റ്. സൈമൺ കമ്മീഷനെതിരെ സമരത്തിനിടെ പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്ത ദേശീയ നേതാവ് ആര്? ഉത്തരം ലാല ലജ്പത് റായ്. ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഡോക്ടർ ഓൾഡ്ഫീൽഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ റംഗൂണിനെ ജപ്പാൻ കൈവശപ്പെടുത്തിയത് എന്നായിരുന്നു? ഉത്തരം 1942 മാർച്ച്. സത്യാഗ്രഹ സഭ രൂപീകരിച്ചതാര്? ഏതു വർഷം? ഉത്തരം മഹാത്മാഗാന്ധി 1919. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം വിൽസൺ ചർച്ചിൽ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്തായിരുന്നു? ഉത്തരം സുബേദാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണവകുപ്പിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്തായിരുന്നു? ഉത്തരം ആമീൻ. ചന്ദ്രശേഖർ ആസാദ് കൊല്ലപ്പെട്ടത് എന്ന്? ഉത്തരം 1931 ഫെബ്രുവരിയിൽ. സൂര്യ സെന്നിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചത് എന്ന്? ഉത്തരം 1933 ഫെബ്രുവരി. മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷായുടെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം ഫക്രുദ്ദീൻ. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ബഹദൂർ ഷാ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ജുഡീഷ്യൽ സമ്പ്രദായം നടപ്പിലാക്കിയത് എപ്പോൾ? ഒന്നാം സ്വാതന്ത്ര്യ സമരാന്തരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഝാൻസിയിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം റാണി ലക്ഷ്മിബായി. ഇന്ത്യയിലെ ഭരണാധികാരം നിർവഹിച്ചിരുന്ന ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിപുരുഷൻ ആരായിരുന്നു? ഉത്തരം ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വൈസ്രോയ്. പ്രസിഡൻസിയിലെ ഭരണത്തലവന്മാർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗവർണർമാർ. ആര്യ സമാജ സ്ഥാപകനാര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിയ ആര്യ സമാജകനാര്? ഉത്തരം സ്വാമി ദയാനന്ദൻ. 1893 ലോകമത സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ചിക്കാഗോ, അമേരിക്ക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? ഉത്തരം 1919 ഏപ്രിൽ 13. ശ്രീരാമ പരമഹംസന്റെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ആരെ? സ്വാമി വിവേകാനന്ദൻ. തുർക്കി സമാധാന ഉടമ്പടി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1920. എവിടെ വെച്ചാണ് ആദ്യമായി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപം കൊണ്ടത്? ഉത്തരം ബോംബെ. ചൗരി ചൗര സംഭവം നടന്നത് എന്ന്? ഉത്തരം 1922. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.